മംഗളൂരുവിൽ ഗുണ്ടാ നേതാവ് ഹാരിസ് ഹുസൈൻ എന്ന ടാബ്ലറ്റ് ഹുസൈൻ്റെ കൊലപാതകത്തിൽ പ്രതികളെ പിടികൂടാനാകാതെ പോലീസ്. കേസിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചാണ് അന്വേഷണം. പ്രതികൾ ബംഗളൂരുവിലേക്ക് കടന്നതായാണ് സൂചന. 6 അംഗ സംഘമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നു. ബൈജു, നമുക്കറിയാം ഈ കൊല്ലത്ത് പട്ടാപ്പകൽ ഗുണ്ടാ നേതാവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ രക്ഷപ്പെട്ടെങ്കിലും ഉടനടി പിടികൂടിയ കേരള പോലീസുണ്ട് നമുക്കിവിടെ. എന്നാൽ മംഗളൂരുവിനെ ഞെട്ടിച്ച ഹാരിസ് ഹുസൈൻ കൊലപാതകത്തിൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതികളെക്കുറിച്ച് ഒരു തുമ്പൻ ലഭിച്ചിട്ടില്ല. കർണാടക പോലീസിന് ഇത് വലിയ നാണക്കേടല്ലേ? എന്താണ്, എവിടേക്കാണ് ഇവർ രക്ഷപ്പെട്ടതെന്നെന്തെങ്കിലും സൂചനകളുണ്ടോ? തുടക്കത്തിൽ കേരളത്തിലേക്ക് കടന്നു വന്ന രീതിയിലുള്ള ചില സൂചനകൾ, ചില വിവരങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ നിലവിൽ പോലീസിൻ്റെ അന്വേഷണം ഏത് മേഖലകൾ കേന്ദ്രീകരിച്ചാണ്? ടോമെ, പ്രതികളെക്കുറിച്ച് പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചിരിക്കുന്നെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ തൊപ്പി നൌഫലിന്റെ കൂട്ടാളി മുഹമ്മദ് റിഫാത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഈ കൊലപാതകം നടത്തിയത്. അതായത് 6 അംഗ സംഘമാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസിന് കൃത്യമായി വിവരം ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ ആരിഫിന്റെ മകൻ ഇത്തരത്തിലൊരു പരാതിയും നൽകിയിട്ടുണ്ട്. ഈ മുഹമ്മദ് റിഫാത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കൊലപാതകം നടത്തിയത്, ഇയാളെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ട് ടാബ്ലറ്റ് ഹുസൈന്റെ മകൻ ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് പറയുന്നത് ഇവരുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഇവർ ബംഗളൂരുവിലേക്ക് കടന്നതായാണ് പോലീസ് പറയുന്നത്. അതായത് ഈ കൃത്യം നിർവഹിച്ചതിന് ശേഷം ഇവർ സഞ്ചരിച്ചിരുന്ന ഈ വാഹനം അത് ബണ്ട്വാൾ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉപേക്ഷിക്കുകയും അവിടെ നിന്നും ഒരു ഓട്ടോറിക്ഷയിൽ ഇവർ രക്ഷപ്പെടുകയുമായിരുന്നു. അങ്ങനെ ഇവർ ബാംഗ്ലൂരിലേക്ക് എത്തുകയായിരുന്നു. എന്തായാലും പോലീസിന് വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ട്. കൊലപാതകം നടത്തിയ ഈ ആളുകളെ കുറിച്ചൊക്കെ അതിൽ 6 അംഗ സംഘമാണെന്നും പോലീസ് പറയുന്നുണ്ട്. മാത്രമല്ല, നേരത്തെ ഉണ്ടായ പ്രശ്നങ്ങൾ, ഇവർ തമ്മിലുണ്ടായ ഈ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുണ്ടായ കുടിപ്പക, അങ്ങനെ തന്നെ പറയാം, അങ്ങനെയാണ് ഈ കൊലപാതകം എന്നാണ് പോലീസ് പറയുന്നത്. അതായത് 2022 മെയ്യിൽ ഈ ടാബ്ലറ്റ് ഹുസൈന് നേരെ ഒരു അക്രമം ഉണ്ടാകുന്നു. അതിൽ തൊപ്പി നൌഫൽ ഉൾപ്പെടെ പ്രതിയാകുന്നു. പിന്നീട് ആ കേസിൽ തൊപ്പി നൌഫലിനെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിലും 2025 തൊപ്പി നൌഫൽ കൊല്ലപ്പെട്ട നിലയിൽ കാസർകോട്ട് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്താണ് ഉപ്പള റെയിൽവേ ഗേറ്റിന് സമീപം കണ്ടെത്തുന്നു. പക്ഷേ അത് ഒരു കൊലപാതകമാണെന്ന് പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അന്ന് ആ കൊലപാതകം ഇയാൾ മരിച്ച നിലയിൽ കണ്ടെത്തിയ ദിവസം ഈ ടാബ്ലറ്റ് ഹുസൈൻ എന്ന് പറയുന്ന ഇയാൾ ഫേസ്ബുക്കിലൂടെ അത്തരം സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ സന്തോഷം പങ്കിട്ടുകൊണ്ട് വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ ഒരു പ്രകോപനവും അതുകൂടാതെ തൊപ്പി നൌഫലിന്റെ ഒരു കൂട്ടാളി ആ കേസിലെ തന്നെ ഒരു പ്രതിയുടെ പിതാവുമായി ഇയാൾ ഒരു തർക്കം ഹാർബറിൽ ഉണ്ടായെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഈ ഒരു പ്രശ്നമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് കലാശിച്ചത്. ഇങ്ങനെ ഒരു കൊലപാതകം നടത്താൻ പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പ്രതികളെ കുറിച്ച് കൃത്യമായി പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരെ കണ്ടെത്താൻ ഇതുവരെ 3 ദിവസമായിട്ടും പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ബംഗളൂരുവിൽ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ സംഘം കേരളത്തിലേക്ക് കടന്നതായി ഒരു വിവരമുണ്ടായിരുന്നു. കാരണം ഇത് കേരള കർണാടക അതിർത്തിയിലാണ് ഈ സംഭവം ഒക്കെ നടക്കുന്നത്. തൊക്കോട്ട് എന്ന് പറയുന്നത് നമ്മുടെ തലപ്പാടി ചെക്ക് പോസ്റ്റിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഫ്ലൈ ഓവറിന് മുകളിൽ വെച്ച് വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഇത്തരത്തിൽ അതിക്രൂരമായി ഇയാളെ കൊലപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് കടന്നതായ ഒരു സംശയം ഉണ്ടായിരുന്നു തുടക്കത്തിൽ. പക്ഷേ അങ്ങനെയല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ അതിർത്തിയിൽ ശക്തമായ പരിശോധന നടക്കുന്നുണ്ട്. അതായത് രാത്രിയും പകലൊന്നുമില്ലാതെ വലിയ തോതിൽ പരിശോധന നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും സംഘം കേരളത്തിലേക്ക് വരാതെ നേരെ ബംഗളൂരുവിലേക്ക് കടന്നത്. ഏതായാലും പ്രതികളെ ഉടൻ പിടികൂടാനാകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പ്രത്യേക സംഘമായി ബംഗളൂരുവിലും അതുപോലെ തന്നെ കർണാടകയുടെ വിവിധ ഭാഗങ്ങളിലുമായി ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. പ്രതികളെ ഉടൻ പിടികൂടാനാകും തന്നെയാണ് പറയുന്നത്. കൃത്യമായി പ്രതികളെക്കുറിച്ച് എല്ലാം സൂചന ലഭിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തൊപ്പി നൌഫലിന്റെ സംഘത്തിൽപ്പെട്ട ആളുകളാണ് ഈ കൊലപാതകം നടത്തിയെന്നൊരു നിഗമനത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ എത്തിയത്. ഈ നേരത്തെ ഉണ്ടായ തർക്കങ്ങളൊക്കെ, ആ തർക്കത്തിൽ ഒടുവിലാണ് ഇങ്ങനെ ഒരു കൊലപാതകം ഉണ്ടായതായാലും ഈ ടാബ്ലറ്റ് ആരിഫിനെതിരെ നിരവധി കേസുകളുണ്ട്. 98 മുതൽ 2011 വരെ 9ഓളം കേസുകൾ ബണ്ട്വാൾ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെയുണ്ട്. അതിൽ കൊലപാതക ശ്രമം ഉൾപ്പെടെയുണ്ട്. അതുകൊണ്ടാണ് ഇയാളെ റൌഡി ലിസ്റ്റിലൊക്കെ ഉൾപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും മത്സ്യ വ്യാപാരിയായിരുന്നു ഇയാൾ. പുലർച്ചെ മത്സ്യവ്യാപാരത്തിനായി പോകുന്ന സമയത്ത്, ബുള്ളറ്റിൽ പോകുന്ന സമയത്താണ് ഈ ഫ്ലൈ ഓവറിന് മുകളിൽ കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകമാണെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ടോം, വ്യക്തമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. മംഗളൂരുവിൽ ഗുണ്ടാ നേതാവ് ഹാരിസ് ഹുസൈനെ കൊലപ്പെടുത്തിയ കേസിൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കൊലയാളി സംഘത്തെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അങ്ങേയറ്റം നാണക്കേടാണ് കർണാടക പോലീസിനെ സംബന്ധിച്ച്. കാരണം തുടർച്ചയായി ഈ രീതിയിലുള്ള കൊലപാതകങ്ങൾ, ഗുണ്ടാ കുടിപ്പകൾ, അക്രമ സംഭവങ്ങൾ മംഗളൂരു പോലുള്ള നഗരത്തിലുണ്ടാകുന്നു. ക്രമസമാധാന നില തകർന്ന അവസ്ഥയാണ്. ഇതുവരെയും പ്രതിയെ പിടികൂടാത്തതിൻ്റെ ഞെട്ടലിലാണ്, അതായത് വലിയ ആശങ്കയിലാണ്
നാട്ടുകാരും. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.